ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് തെരഞ്ഞെടുപ്പുകൾ ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് 2:30-നാണ്. അനുഷ ഭരതൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അനുഷ, ഈ വർഷം 2023 എന്ന് പറയുന്നത് 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ട വർഷമാണ്. അതിൽ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അല്പസമയത്തിനകം പ്രഖ്യാപിക്കാനിരിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത്? ഫിറോസ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് മുൻപേ 9 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2023 സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇത് തെരഞ്ഞെടുപ്പുകളുടെ വർഷമാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു പട്ടികയിലേക്ക് ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് 3 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്രഖ്യാപിക്കും. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ് എന്നീ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുക. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ 3 സംസ്ഥാനങ്ങളും BJPയെ സംബന്ധിച്ചിടത്തോളം NDA സഖ്യത്തെ സംബന്ധിച്ചും മറ്റ് പാർട്ടികളെ സംബന്ധിച്ചും വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ 3 സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നത്. ത്രിപുരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ 3 സംസ്ഥാനങ്ങൾ ത്രിപുരയിലും മേഘാലയയിലും നാഗാലാൻഡിലും 60 സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ വീതമാണുള്ളത്. ഈ സീറ്റുകളിൽ ത്രിപുരയിൽ 60 സീറ്റുണ്ട്. ഇതിൽ നിലവിൽ ഭരിക്കുന്നത് BJPയാണ്. ത്രിപുരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നീണ്ട ഒരു 25 വർഷം, അതായത് ഒരു 1/4 നൂറ്റാണ്ട് കാലം CPM ഭരിച്ച സംസ്ഥാനമാണ്. മാണിക് സർക്കാരിൻ്റെ സംസ്ഥാനമാണ് ത്രിപുര. ഈ ത്രിപുരയിൽ നിന്നും 2018 വലിയ അട്ടിമറി വിജയം BJP നേടുകയും കിഴക്കൻ സംസ്ഥാനങ്ങളിലും തങ്ങൾക്ക് അല്ല ചെങ്ങിയ ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ. സ്പീഡ് വേണേ ഈ കാറ് വിളിച്ചു പോയിക്കോ. അതൊന്നും വേണ്ടപ്പാ. അതേസമയം നാഗാലാൻഡിൻ്റെ കാര്യത്തിൽ നാഗാലാൻഡിലും 60 സീറ്റുകളാണുള്ളത്. നിലവിൽ ഒരു പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണമാണ് എന്ന് തന്നെ പറയാം. കാരണം NDA 30 സീറ്റിലും NPF നാഗാലാൻഡ് പീപ്പിൾ ഫ്രണ്ട് എന്ന പാർട്ടി 26 സീറ്റിലുമാണ്. ഈ ഒരു 12 BJPമാർ നിലവിൽ ഇവിടെ ഭരിക്കുന്നുമുണ്ട്. മേഘാലയയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 60 സീറ്റുകളിൽ 30 സീറ്റിൽ NDAയും INC 21-ലും മറ്റുള്ളവർ 9 സീറ്റുകളിലുമാണ്. കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിലും BJPയുടെ NDAയുടെ വലിയൊരു ശ്രമഫലമായി ഭരണം പിടിച്ചെടുത്തത് NDAയുടെ സഖ്യത്തിലുള്ള UDP എന്ന പാർട്ടിയായിരുന്നു. ഇത്രയുമാണ് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. കൃത്യമായും അവിടുത്തെ കക്ഷി നിലയടക്കം വളരെ വിശദമായി തന്നെ അനുഷ ഭരതൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിൽ ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, ഈ 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി ഉച്ചയ്ക്ക് 2:30 പ്രഖ്യാപിക്കപ്പെടും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 2:30 നടക്കും. അതിൽ ത്രിപുരയുടെ കാര്യം പ്രത്യേകിച്ച് 2018 വരെ പാർട്ടി, അതായത് 1/4 നൂറ്റാണ്ടിലധികം CPM ഭരിച്ചിരുന്ന കേരളവും ബംഗാളും ത്രിപുരയുമായിരുന്നു. ആ 3 സംസ്ഥാനങ്ങളായിരുന്നു പാർട്ടിയുടെ ചുവന്ന ഭൂമികൾ അല്ലെങ്കിൽ ഭൂമികകൾ. അവിടെ 2018 BJP അട്ടിമറി വിജയം നേടി. അവിടേക്ക് വീണ്ടും 2023 ഭരണം നിലനിർത്തുക എന്നതാണ് BJPയുടെ ലക്ഷ്യം.